യേശു സ്നേഹവന്ദനം. മിസ്റ്ററി ഓഫ് ദ ക്രോസ് എന്ന് പറയാറുണ്ട്. കുരിശിന്റെ മഹത്വവും മഹാത്മ്യവും മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിനോ പഠിക്കുന്നതിനോ ഉൾക്കൊള്ളുന്നതിനോ കഴിയുന്നതിലപ്പുറമാണ്. ദൈവം ഒരു മനുഷ്യനായി അവതരിച്ച് മനുഷ്യനെ പോലെ മരിച്ചു. ഈ മരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് നിത്യജീവൻ, മരണമില്ലാത്ത അനുഭവം. അത് വേദപുസ്തകത്തോട് ചേർന്ന് വേദപുസ്തകത്തിൻ പൊരുൾ തിരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരനുഭവമാണ്. ഓരോ വർഷവും പീഡാനുഭവാനും 50 ദിവസത്തെ നോമ്പാചരണമെല്ലാം ക്രൂശിലേക്ക് നടന്ന് ക്രൂശിതനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നതിന് നമ്മെ സജ്ജമാക്കുന്ന അനുഗ്രഹീതമായ ഒരു പാതയാണ്. ഈ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ചെന്നെത്തുന്നത് ഉയർപ്പിന്റെ വലിയ പെരുന്നാളിന്റെ ആഘോഷമാണ്. ശ്ലീഹന്മാർ ഈശോ മിശിഹായുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് സാക്ഷീകരിച്ചിരുന്നു, അതിശക്തിയോടെ സാക്ഷീകരിച്ചിരുന്നു എന്നാണ് പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 33 പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന് സഭയ്ക്ക് ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, പ്രഖ്യാപനമേ ഉള്ളൂ. ക്രൈസ്റ്റ് ഈസ് റിസൺ. ഉയർപ്പിന്റെ സന്ദേശവാഹകരായിരിക്കാൻ കൊണ്ടും കർത്താവിന്റെ പീഡാനുഭവം വഴിയിൽ നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം. ഈ വർഷത്തെ ആചരണം, പഠനം, നോമ്പ് എല്ലാം അതിന് മുഖാന്തരമായി തീരും. നിങ്ങൾക്കെല്ലാം നന്മ നേരുന്നു. ഉദ്ധിതനായ കർത്താവ് നമ്മോട് കൂടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഉടമ്പടിയുടെ മക്കൾ ബസ്ക്യാമോസ് ഫെലോഷിപ്പ് വളരെ ശ്രദ്ധയോടുകൂടെ അനേക നാളത്തെ പരിശ്രമ ഫലമായി പുറത്തിറക്കുന്നതാണ് ഈ ആൽബം. നമുക്ക് അവരോട് ചേർന്ന് സന്തോഷിക്കാം. അവരെ അനുമോദിക്കുന്നു. ആ കൂട്ടായ്മയെ ദൈവം വാഴ്ത്തട്ടെ. അവരുടെ ഭർത്താക്കന്മാരോട് ചേർന്ന് ഈ വലിയ ശുശ്രൂഷ നടപടിയായി നിർവഹിപ്പാൻ കർത്താവ് ഈ പ്രിയപ്പെട്ട മസ്ക്യാമാരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. 50 ദിവസത്തെ വലിയ നോമ്പിന്റെ പാതി 25 ദിവസം കഴിയുമ്പോൾ സഭ ആചരിക്കുന്നതാണ് പാതി നോമ്പിന്റെ ശുശ്രൂഷ. പാതി നോമ്പിന്റെ ശുശ്രൂഷ ക്രമത്തിലെ പ്രധാന പഠിപ്പിക്കുക. മോശ പിതൃസർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു മരത്തിന്മേൽ മരിച്ചത് ഓർക്കുന്നതിനും സഭ ധ്യാനിക്കുന്നതുമായ ദിവസമാണ്. നോമ്പാചരിക്കുന്ന ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷയാണ് ശുഭക്കോനം ശുശ്രൂഷ, അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ എന്ന് പറയും. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇടവപ്പെട്ടക്കാരൻ ഇടവ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് തല താഴ്ത്തി, പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ എന്ന് പറയുന്നു. ഉടനെ ജനങ്ങൾ ഒരു തിരിഞ്ഞു നിന്ന് വൈദികനോട് പറഞ്ഞു, വന്യപിതാവേ, അങ്ങേ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുഃഖിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറയും. അങ്ങനെ വൈദികരും ജനങ്ങളും തമ്മിൽ ക്ഷമ ചോദിച്ച് അനുരഞ്ജനപ്പെട്ട് വിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കാം. ശുഭകോന ശുശ്രൂഷ നമ്മുടെ പല പള്ളികളിലും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ നമസ്കാര ക്രമത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവേളത് വാങ്ങി ആചരിച്ച് അനുഷ്ഠിക്കുന്നതിന് ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കണം. ക്രൂശിലെ 7 മൊഴികൾ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രധാനപ്പെട്ട പേരാണ്. ഈ 7 മൊഴികളിലൂടെയാണ് കർത്താവ് ആരാകുന്നതെന്ന് നമ്മെ കാണിച്ചത്. എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന കർത്താവ് സ്ത്രീകളോട് പറയുമ്പോൾ അത് ഇന്ന് നമ്മോടുള്ള ഒരു സുവിശേഷമാണ്. നമ്മളെയും നമ്മുടെ മക്കളെയും ഓർത്ത് കരവീൻ. ദുഷ്ട ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ക്രൂശിലേക്ക് തിരിയുക, ക്രൂശിതൻ ആരാകുന്നതെന്ന് മനസ്സിലാക്കാൻ നിൽക്കണം. ഈ നോമ്പാചരണം നമ്മെ സഹായിക്കും. കുരിശിതനോടുകൂടെ കുരിശിക്കപ്പെടാൻ നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഉയർപ്പിന് സന്തോഷം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. പൗരസ്ത്യ സഭയുടെ ഏറ്റവും വലിയ പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ. ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് 50 ദിവസത്തെ നോമ്പ്. ക്രൂശിലൂടെ നടന്നെടുത്ത് ഉയർപ്പിന്റെ മഹാസന്തോഷം ലോകത്തോട് അറിയിക്കുന്ന വലിയ ദിവസമാണ്. പൗരസ്ത്യ സഭയിൽ ആദ്യം ഈ വലിയ നോമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങുക. പിന്നീട് ചേർക്കപ്പെട്ടതാണ് മറ്റ് 4 നോമ്പുകൾ. ഈ നോമ്പുകളിലൂടെ നമുക്ക് കർത്താവ് ആരാകുന്നതെന്ന് ഗ്രഹിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും മനസ്സിലാക്കുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ഉള്ള അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. ഉയർപ്പിന്റെ സന്തോഷം. വീണ്ടും നാം ജീവിക്കും, നിത്യത വരെ ജീവിക്കും എന്നുള്ള ഉറപ്പും നിശ്ചയവും സഭ ലോകത്തിന് കൊടുക്കുന്ന വലിയ സന്ദേശമാണ്. ക്രൈസ്റ്റ് ഈസ് റിസൺ. യേശു ഉയർത്തിരിക്കുന്നു. യേശു ഉയർത്തില്ലെങ്കിൽ അപ്പോസ്തലൻ പറയുന്ന പോലെ നമ്മുടെ പ്രസംഗവും വിശ്വാസവും വ്യർത്ഥം. യേശു ഉയർത്തിരിക്കുന്നു. അതിന് സന്ദേശവാഹകരായിരിക്കാൻ ഈ ആചരണവും ഈ ഗാനവും നമ്മെ സഹായിക്കും. പൗരസ്ത്യ സഭ അതിൻ്റെ വിശ്വാസങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നത് ആരാധനക്രമങ്ങളിലൂടെയാണ്. അത് നന്നായി പഠിച്ച് ഉൾക്കൊണ്ട് ക്രിസ്തുയേശുവിൽ വളരുന്നതിന് ഈ ആരാധനയും ആചരണവും നമ്മെ സഹായിക്കും.
പോക്കണമേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. ഏറും കടപാപങ്ങളിൽ ഞാൻ മലിനത പൂണ്ടു നിലവിളി കൂട്ടുന്നേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. കരുണാനിധിയെ നിൻ വാതിലിലെല്ലാം എവിടടിയാർ മുട്ടും നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. കേടും നീ പാപിനിയെ പോലർത്തിക്കുന്നേ ചുങ്കക്കാരൻ പോ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. അൻപുള്ളോരേ പാപികളിൻ ദോഷകടങ്ങൾ അൻപാൽ ക്ഷമ നൽകാം നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. വൈരം മത്സരം ഇവ വെടിയും സ്നേഹത്താലുൾ തളിരു നിറയ്ക്കണമേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. പാതകികൾക്കായി തരുവിൽ തന്മേ ബലിയർപ്പിച്ചോനേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. ശീഹ പാപിനി ചോരനിവർക്കുൾ സ്നേഹത്താൽ മുക്തി കൊടുത്തോനേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. മാളികയതിലേറി സ്നേഹന്മാർക്കാൽ ശാന്തിയടച്ചോനേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. ശീഹ മഹിതാ ശാന്തിയതാ ശിഷ്യരെ സൗദി ബോധിപ്പിച്ചോനേ നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ. ബാരക്കുമോ ശുഭഹോലാ ബോല ബറോവൽ റൂഹു കാദീശോ. മിൻമൂലം വാദാമിൽ മൂലം ഉൽനീരാമേ. നാഥൻ പേർക്കായി സ്തുതിയേറ്റി കൂപ്പുക സുതനെ റൂഹായോടൊപ്പം നാഥ. നിഖിലേശാ കൃപ ചെയ്യെന്നിൽ.